ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. ഞാൻ ഈ വയനാട് ഉരുൾപൊട്ടിയ ആ സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടതാണ്. രാത്രി 11:45 12 മണിക്ക് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. രാത്രി അരിയും സാധനങ്ങളും എല്ലാം മുക്കിക്കൊണ്ടുപോകുന്നു. അത് ലൈവായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. കുറച്ച് ആൾക്കാർക്കൊക്കെ സങ്കടം ഉണ്ടെങ്കിൽ പോലും ഇതിൽ ലാഭം കാണാൻ ഒത്തിരി ജനങ്ങളുണ്ട്. അതായത് ഹൃദയമില്ലാത്ത കുറേ മനുഷ്യർ. എത്ര ജനങ്ങൾ മരിച്ചുപോയി, എത്ര ആൾക്കാരിനെ ഇനി കിട്ടാൻ കിടക്കുന്ന, കയ്യും കാലും തലയും കണ്ണും നാവും എല്ലാം വേർതിരിഞ്ഞ് മരിച്ച് അവരിൻ്റെ പേരിൽ വന്ന സാധനങ്ങൾ രാത്രി ആരും അറിയാതെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകളിനെ ആയാലും പുരുഷന്മാരായാലും അവരിനെ ഒന്നും മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റില്ല. ഈ സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭം കാണാൻ കുറേ ജനങ്ങളുമുണ്ട്. അതൊന്നും ആരും അറിയില്ല. മനസ്സിലാവുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്, കുറേ സ്ഥലം കൊടുക്കുക പറഞ്ഞ മനുഷ്യർ അവരിനെ ഒരു സ്ഥലത്ത് വിളിക്കുക. ഇതിൽ മുൻഗണനയായിട്ട് ഒരാൾ നിന്നിട്ട് സ്ഥലം കൊടുക്കുക പറഞ്ഞവരിനെ വിളിക്കുക, വീട് കൊടുക്കുക എന്ന് പറഞ്ഞവരിനെ വിളിക്കുക. ഈ പറഞ്ഞ രണ്ട് ആൾക്കാരും ഒരേ സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് അവിടെ ഒരു ഇത് വെച്ചിട്ട് ഈ വീടില്ലാത്ത ജനങ്ങളെ എല്ലാവരിനെ, അതായത് ആ ഭാഗത്ത് ഭൂകമ്പം നടന്ന സ്ഥലത്തിലുള്ള ജനങ്ങളിനെ നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് പൊതുസ്ഥലങ്ങളിൽ വെച്ച് ചെയ്തിട്ട് അവരിനെ വരാൻ പറഞ്ഞ് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തെല്ലാമാണ്, എത്ര പേര് നിങ്ങളുടെ വീട്ടിൽ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അതിന് മെയിനായിട്ട് ആൾക്കാരെ നിർത്തണം. സത്യസന്ധമായ ആൾക്കാരിനെ നിർത്തണം. എന്നിട്ട് അവർക്ക് എഴുതി കൊടുക്കണം. വീട് കൊടുക്കാൻ അർഹതയുള്ളവർക്ക് വീട് കൊടുക്കുക, സ്ഥലം കൊടുക്കാൻ അർഹതയുള്ളവർക്ക് നിങ്ങൾക്ക് ഇന്ന സ്ഥലമാണ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ അതിനനുസരിച്ച ഒരു 2 റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ബാത്റൂം, കുളിമുറി, ഒരു ഉമ്മറ, ഒരു കോലായി അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഈ വീട് ഇല്ലാത്ത ആൾക്കാർക്ക് ഈ സ്ഥലം കൊടുക്കുന്നവരും വീട് വയ്ക്കുന്നവരും കൂടി സംബന്ധമായി ഒരാൾക്ക് വെച്ച് കൊടുക്കണം. എന്നാലേ ഇത് പാവപ്പെട്ടവരുടെ കൈകളിൽ എത്തുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഞാൻ ഇന്ന ആൾക്ക് കൊടുക്കുക, ഇന്ന ആൾക്ക് എൻ്റെ കയ്യിൽ കൊടുക്കുക, അത് ഇന്നവർക്ക് എത്തുമെന്ന് പറഞ്ഞാൽ അത് എത്തില്ല. എന്തായാലും എത്തില്ല. ഇപ്പം തന്നെ ലോഡ് കണക്കിന് സാധനങ്ങളാണ് ഓരോ ജില്ലക്കാരും കൊണ്ടുവന്ന് തള്ളിയിട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് എന്താ ചെയ്യുന്നത്? ഞങ്ങൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നു, അവരാണ് ഇവരാണ് എന്ന് പറഞ്ഞ് അതിൽ, അതായത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നത് പോലെ ഈ ദുരന്തത്തിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് കൈയിട്ട് വാരുന്ന കുറേ പിച്ചക്കാർ. അതായത് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇല നക്കുന്ന നായിൻ്റെ ചിറി നക്കികളാണ് അവർ. മനസ്സിലാവുണ്ടോ? അതായത് ദുരിതാശ്വാസക്കാർക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ അത് കട്ടുകൊണ്ട് പോകുന്നവർ ഇല നക്കി നായിൻ്റെ ചിറി നക്കികളാണ് അവർ. അപ്പോൾ ആ നായിലെയും മോശമായ ഏതെങ്കിലും ഒരു മൃഗമുണ്ടെങ്കിൽ ആ മൃഗമാണ് അവർ. മനസ്സിലാവുണ്ടോ? ഓരോ കുടുംബത്തിലെയും ഓരോ അംഗങ്ങളും മരിച്ചു പോകുമ്പോൾ, മരിച്ചിട്ട് അവർ ദുഃഖിക്കുന്ന ദുഃഖത്തിൻ്റെ ഇടയിൽ നമ്മൾ ജനങ്ങൾ ഓരോ ആൾക്കാർക്കും സമാധാനം കൊടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് കൈയിട്ട് വാരുന്ന ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ കൊണ്ടുവരണം. അല്ലാതെ സ്വാർത്ഥത. അപ്പോൾ അവർ ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണെന്ന് വെച്ചാൽ എന്നെ അറിയുന്നവർ ആ വയനാട്ട് ജില്ലയിൽ ഒരുപാട് പേരുണ്ട്. അവർ വിചാരിക്കണം ആ ചേച്ചിയല്ലേ പോട്ടെ എന്ന് വിചാരിക്കരുത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം, അതായത് ഒരു മുട്ട് സൂചിയോ ഒരു ടവലാണെങ്കിലും അത് ആരും അറിയാതെ എടുത്തിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കക്കുന്നു എന്ന് തന്നെയാണ്. മനസ്സിലാവുണ്ടോ? ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പൈസ കാണാണ്ട് ആരും, അതായത് എൻ്റെ അമ്മയെ അറിയാണ്ടോ അച്ഛനെ അറിയാണ്ടോ ഇല്ലെങ്കിൽ ആങ്ങളമാരിൻ്റെ കയ്യിൽ നിന്നായാലും കാണാണ്ട് അവരാരും അറിയാതെ എടുക്കുന്നുണ്ടെങ്കിൽ അത് കക്കുന്നത് തന്നെയാണ്. എല്ലാവരോടും ചോദിച്ചിട്ട് അവരിൻ്റെ നിന്ന് വാങ്ങിക്കുന്നതും കാണാതെ
എടുത്തുകൊണ്ട് പോകുന്നതും രണ്ടും രണ്ടർത്ഥങ്ങളാണ്. മനസ്സിലാവുണ്ടോ? ഞാൻ ഒരുപാട് വീഡിയോ ഇടുന്നുണ്ട്, ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ഒരുപാട് സാധനങ്ങൾ, അരിയും സാധനങ്ങളും നിങ്ങൾ ഇനിയും അവരിനെ ക്യാമ്പിൽ ഇരുത്താതെ അവർക്ക് പറ്റിയ സ്ഥലങ്ങൾ, ഇപ്പോൾ വാടകയ്ക്ക് ആൾക്കാർ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, ഇന്ന കുട്ടികളെ നോക്കാമെന്ന് പറയുന്നുണ്ട്. വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമ്പിൽ നിന്ന് ഈ വാടകയ്ക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് ഒരുപാട് സംഘടനകളുള്ളവർ ഓരോ ചാക്കുകളിൽ അവർക്കൊരു കുടുംബത്തിന് 1 മാസം 2 മാസം ജീവിക്കേണ്ട സാധനങ്ങൾ വെച്ചിട്ട് പേരെഴുതി, അതായത് ഇവർ പേര് തന്നിട്ടുണ്ടാവില്ല, ആ പേരെഴുതി ആ ചാക്കിൽ ഒട്ടിച്ചിട്ട് അവർക്കത് കൊടുക്കണം. എന്നാലേ ഇത് അതുപോലെ ഡ്രസ്സുകൾ, അതുപോലെ എല്ലാ സാധനങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളത് കുറേ സംഘടനകൾ ഒത്തുചേർന്ന് അത് എത്തേണ്ടവരിൻ്റെ കയ്യിലേക്ക് എത്തിച്ചാലേ ഈ ഇത് നടന്ന സ്ഥലത്തിൽ ജനങ്ങൾ ചെയ്യുന്ന ഒരു കാരണത്തിന് പൂർണ്ണമാകുള്ളൂ. അല്ലാതെ നിങ്ങൾ കുറേ ഞങ്ങൾ കൊടുത്തു ജില്ലക്കാർ ഇന്നത് കൊടുത്തു അതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്താത്ത ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് യാഥാർത്ഥ്യമായി മനസാക്ഷിയുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും അത് നിങ്ങൾ ചെയ്യുക. അതാണ് വേണ്ടത്. അല്ലാതെ ജനങ്ങൾ ഈ കട്ടുകൊണ്ട് പോണ കുറേ മൂശാട്ടകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. അതായത് എച്ചിൽ തിന്നുന്ന നായിൻ്റെ ചെറിയിൽ പോയി നക്കിയിട്ട് തിന്നുന്ന എച്ചി പട്ടികളാണ് അവർ. ഓക്കെ, ബൈ.